നമസ്കാരം. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. വൈകാരിക മേഖലയിലെ തകരാറുകളിലെ ഒരു രോഗാവസ്ഥ ആണ് വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ. പലപ്പോഴും ഇത് മറ്റു പല കാരണങ്ങളോ അവസ്ഥകളോ ആണെന്ന് ചെകുത്താനാണ്, വിശാശാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക രോഗങ്ങളാണെന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ അവസ്ഥകൾ എന്താണ്? ഉന്മേഷമില്ലായ്മ, ഒന്നിനോടും താല്പര്യമില്ല, എപ്പോഴും ഇങ്ങനെ നിരാശാഭരിതമായ നെഗറ്റീവ് സംസാരങ്ങളും മാത്രം. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഒരു വ്യക്തിയായിട്ട് സംസാരിച്ച് ഒരു മണിക്കൂറോളം സംസാരിച്ചപ്പോഴും അദ്ദേഹം ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ തകർച്ച, ഒരു പ്രശ്നം കൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു അസ്വസ്ഥതയിലാണ്. പക്ഷേ സംസാരിച്ചത് മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ, എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്കിങ്ങനെ വന്നത് എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ. നന്മകളൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ കാരണങ്ങൾ അന്വേഷിച്ചടക്കുന്ന അവസ്ഥ. ഒന്നിനോട് താല്പര്യമില്ല, ഉന്മേഷമില്ല, ചെറിയൊരു കാര്യം മതി ഡൗണായി പോകുന്ന അവസ്ഥ. അപ്പോൾ നിരാശഭരിതമായ ചിന്തകൾ, അത് താലോലിക്കുന്ന അവസ്ഥകൾ, പിന്നെ ഏകാഗ്രതയില്ല, കോൺസെൻട്രേഷൻ കിട്ടാതെ വരുന്ന അവസ്ഥകൾ, വിശപ്പില്ല, ഉറക്കമില്ല, പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഫോണും സോഷ്യൽ മീഡിയ എല്ലാം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ആയിത്തീരുമെന്ന് പറയാനുമില്ല. അത് OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിലൊക്കെ ഉറക്കം മഞ്ഞിലൊന്നും പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നാൽ അതിലേക്കൊക്കെ തിരിയും. പിന്നെ ദേഷ്യമായി, അരിശമായി, എന്തൊക്കെയാണ് ആത്മഹത്യാ ചിന്ത, അമിതമായ കുറ്റബോധം, എല്ലാ പ്രശ്നത്തിനും താൻ തന്നെയാണ് കാരണക്കാരൻ, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആത്മഹത്യാ ചിന്ത, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് വിഷാദാവസ്ഥയുടെ ലക്ഷണങ്ങൾ അഥവാ ഡിപ്രഷൻ എന്നും ഇതിന് വിളിക്കാറുണ്ട്. അപ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിലെ വികാര നിയന്ത്രണ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ചില തകരാറുകളാണ് ഈ വിഷാദ അവസ്ഥയ്ക്ക് കാരണം. മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. സെറോട്ടോണിൻ, പിന്നെ നോർ എപ്പിനെഫ്രിൻ, ഇങ്ങനെയുള്ള പേരുള്ള രാസവസ്തുക്കളുണ്ട്. ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഈ സെറോട്ടോണിൻ, നോർ എപ്പിനെഫ്രിൻ തുടങ്ങിയ രാസവസ്തുക്കളാണ് നമ്മുടെ തലച്ചോറിൽ വികാരങ്ങളെ സൃഷ്ടിക്കുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം. അപ്പോൾ ഇവയുടെ പ്രവർത്തനം മന്ദീഭവിച്ചു പോകുമ്പോഴാണ് സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത വൈകാരികമായ അവസ്ഥ ഉണ്ടാകുന്നത്. അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമുക്ക് നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എത്ര രുചികരമായ ഭക്ഷണം കഴിച്ചാലും അതിന് രുചി മണമൊന്നും നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റത്തില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ തകരാറാണ്. അതിന് മറ്റുള്ളവരെ പഴിയാരിയത് കൊണ്ടോ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചത് നടന്നതുകൊണ്ടോ ഒരു മറുപടിയും കിട്ടണമെന്നില്ല. ബാഹ്യമായ ഒരു കാരണങ്ങളും മറ്റ് പ്രശ്നങ്ങളൊന്നും വേണമെന്നും ഒരു നിർബന്ധവും. ചിലർ പറയും എന്തോ കണ്ട് പേടിച്ചതാണ്, അല്ലെങ്കിൽ ആരോ എന്തോ ചെയ്തതാണ്, കൈവശം കൊടുത്തതാണ്, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ ഒരുപാട് പ്രയാസങ്ങളുടെ ഇതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ആയിത്തീർന്നു, നല്ല സമയം വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ് എന്നൊക്കെ പറയും. അയ്യോ പാവം, കഷ്ടം. ഇതൊക്കെയാണ് വിഷാദ രോഗം ഉണ്ടാകാൻ. യഥാർത്ഥത്തിൽ നമ്മുടെ വികാര നിയന്ത്രണ സംവിധാനത്തിലെ തകരാറുകൾ തന്നെയാണ്. ശരീരത്തിന് പല രോഗങ്ങളും വരുന്നത് പോലെ ഇപ്പോൾ വെരിക്കോസ് വെയിൻ വരും, അതുപോലെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, പിന്നെ അൾസർ, തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അകത്തെ കംപ്ലൈൻറ്റ്, ഇതൊക്കെ നമ്മൾ അംഗീകരിക്കും. പക്ഷേ തലച്ചോറിലെ ഈ തകരാറുകൾ, ഈ സംവിധാനങ്ങളെ നമുക്കൊരു വിധത്തിലും അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. ഇതാരോ എന്തോ ചെയ്തതാണ്, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയും. അതെല്ലാം ഈ തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ, അൾസർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം രോഗങ്ങളാണെന്ന് നമുക്കറിയാം. ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ച് തന്നെ പറയുമ്പോൾ നമ്മൾ പറയുകയോ അതൊന്നുമല്ല, ഇത് പണി കിട്ടിയതാണ്, പണി കൊടുത്തതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾക്കുണ്ടാവുന്ന സങ്കടവും മനപ്രയാസവും ഇതൊക്കെ മനുഷ്യനുണ്ടാവുന്ന കാര്യമാണ്. സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാകും, മനപ്രയാസങ്ങളുണ്ടാകും, അങ്ങനെ പലതരത്തിലുള്ള വൈകാരിക അവസ്ഥകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിപ്രഷനായിട്ട് കാണുകയും ചെയ്യരുത്.
ഇത് വിഷാദരോഗത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേദന ദുഃഖം വളരെ നീണ്ടു നിൽക്കുന്നത് ആയിരിക്കും. അപ്പോൾ അതും കൂടെ നമ്മൾ തിരിച്ചറിയണം. 103-ാം സങ്കീർത്തനത്തിൽ ബൈബിളിൽ ദാവീദ് രാജാവ് പറയുന്നുണ്ട്, എൻ്റെ ആത്മാവെ എന്തിനു വിഷാദിക്കുന്നു, എന്തിനു ദുഃഖിക്കുന്നുവെന്ന്. അപ്പോൾ വിഷാദവും ദുഃഖവും ഇല്ലാത്ത ആരും ഈ ലോകത്തിൽ ഇല്ല. പിന്നെ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ എല്ലാവർക്കും ഭാരമാണ്, ഭൂമിക്ക് ഭാരമാണ്, മുന്നോട്ട് ഇനി എൻ്റെ സമയം പോയി, ജീവിതം കഴിഞ്ഞു, എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, മരണമാണ് ഇനി എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നവരെയും നമ്മൾ ഈ വിഷാദാവസ്ഥയിൽപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണോ? ഇവിടെ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല എന്നിങ്ങനെ പറയും. ഞാൻ സാധാരണ പറയാറുള്ളൂ, എവരി ലോക്ക് ഹാസ് എ കീ, ഓരോ താഴിനും ഓരോ താക്കോലുണ്ട്. ആ താഴുണ്ടാക്കിയവന് ഓരോ താക്കോലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റു രോഗങ്ങൾക്കെല്ലാം ഔഷധങ്ങളൊക്കെ ചികിത്സകളൊക്കെ ഉള്ളതുപോലെ ഇതിനും ഇന്ന് അഡ്വാൻസ്ഡ് ആണ്, ചികിത്സകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തലവേദന, മൈഗ്രെയിൻ ആണെന്ന് പറയും, സൈനസ് ആണെന്ന് പറയും, തല പൊളിഞ്ഞു പോകണമെന്ന് പറയും, തലക്കകത്ത് ട്യൂമറാണെന്ന് തോന്നണമെന്ന് പറയും. പക്ഷേ പോയാലും ടെസ്റ്റ് ചെയ്താലൊന്നും ഒന്നും കണ്ടെത്തുകയില്ല. പക്ഷെ അതേപോലത്തെ രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ കാണിച്ചെന്നിരിക്കും. അതുപോലെ വിശപ്പില്ലായ്മയാണെങ്കിൽ പറയാനില്ല, പട്ടിണി കിടക്കുന്ന കുടുംബത്തിലത്തെ പോലത്തെ എല്ലാം ഉണ്ടെങ്കിലും ഇതാ ഒന്നുമില്ലാത്ത പോലത്തെ അവസ്ഥ. അതുപോലെ വയറിനായിരിക്കും ധാരാളം പ്രശ്നങ്ങൾ, മലബന്ധമൊക്കെ ഉണ്ടാകുക. കാരണം നമ്മുടെ മനസ്സ് പ്രശ്നത്തിലായാൽ ഇത് ശരീരം മുഴുവനെയും ബാധിക്കും. പിന്നെ ശരീരം മുഴുവൻ പുകച്ചിൽ, മുളക് തേച്ചതുപോലെ തോന്നണ്, മുളക് അരച്ച് തേച്ചതുപോലെ തോന്നണ്, നീറ്റൽ, പുകച്ചിൽ, വേദന, ഒന്നങ്ങോട്ട് മാറിക്കിടക്ക്, അല്ലെങ്കിൽ ഞാൻ വേറെ പോകും എന്നൊക്കെ പറയും. ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിള്ളേരെയൊക്കെ പിടിച്ച് നടുക്കിടത്തി കിടക്കും. അങ്ങനെ ദാമ്പത്യ ജീവിതവും തകരാറിലാവും. ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വേറെ പലരുടെയും പുറകെ പോകുന്നു, അല്ലെങ്കിൽ അവരെ തള്ളിവിടുന്നു എന്ന് വേണം പറയാൻ ഇങ്ങനെയുള്ള അവസ്ഥകൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള രോഗാവസ്ഥകൾ കണ്ടെത്തിയാൽ അത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചൊക്കെ യഥാർത്ഥ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, വ്യക്തി ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. പിന്നെ ലൈംഗിക ബന്ധത്തിലും താല്പര്യക്കുറവ് ഏതാണ്ട് പുരുഷന്മാരിൽ 10%, സ്ത്രീകളിൽ 20% പേരിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദരോഗം ഇങ്ങനെ കണ്ടെത്താറുണ്ട്. അപ്പോൾ ഇവ തിരിച്ചറിയപ്പെടാതെ പോയാൽ ദാമ്പത്യ ജീവിതം പോലും തകരാറിലായി തീരും. മറ്റ് പല ക്രമക്കേടുകളും ലക്ഷണപ്പശകളും കാണിക്കും. ശ്വാസം മുട്ട്, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ചുമ, അവിടെ വേദന, ഇവിടെ വേദന, തലവേദന, നടുവേദന, പേശിവേദന, ശരീരം മുളകരച്ച് തേച്ചതുപോലെ എന്നൊന്ന് വെറുതെ വിടണണ്ട, ഒരു സ്വസ്ഥത തരുക എന്ന് പറയും. അല്ലെങ്കിൽ മാറിപ്പോയി കിടക്കും. എനിക്ക് വേണ്ടപ്പോൾ ഞാൻ കഴിച്ചോളാം എന്ന് പറയും. സമയത്ത് ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ പലപ്പോഴും ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥകൾ, എല്ലാവരും എനിക്കെതിരാണെന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഇങ്ങനെയുള്ള. ഇപ്പം ഞാനീ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ദൈവമേ എനിക്കിതുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇതുണ്ടോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. ടെൻഷൻ അടിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഇതൊക്കെ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സാധാരണ ജീവിതത്തിൽ മനുഷ്യനാണ്. സങ്കടം ഉണ്ടാകും, വിഷമം ഉണ്ടാകും, സന്തോഷങ്ങളുണ്ടാകും, എല്ലാം എപ്പോഴും ഒരു മൂഡ് ആയിരിക്കണമെന്നില്ല. പക്ഷേ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മളതിന് ഇന്ന് ചികിത്സകളൊക്കെ ഉണ്ട്. ഇത് മാറ്റിയെടുക്കുന്ന ഇതിനു വേണ്ടി കോഗ്നിറ്റീവ് സൈക്കോതെറാപ്പിയും അതുപോലെ ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിക്കേഷൻസും എല്ലാം ഇതിനെല്ലാം ഉണ്ട്. ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിക്കേഷൻസ്. അപ്പോൾ ശരിയായ ചികിത്സ ലഭിച്ചാൽ ഇത് എല്ലാം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടും. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നിട്ട് പോലും ഇങ്ങനെ പ്രാർത്ഥനാ സഹായത്തിന് അല്ലെങ്കിൽ ഈ പ്രയർ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പിരിച്വാലിറ്റിയും കൂടി വരുമ്പോൾ ഇതൊക്കെ ശരിയാകും, മാറും, ഒരു ഉത്സാഹം ഉണ്ടാകും, വളരെ മോട്ടിവേഷൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു വിട്ട കേസുകളും ഒരു ഫോളോ അപ്പ് കൊടുത്തതും വന്നതൊക്കെ ആയിട്ടുള്ള സംഗതികൾ ഇങ്ങനെയുള്ള മേഖലയിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലോ അറിവിലോ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരെ നമ്മൾ വെറുക്കാതെ ഇങ്ങനെയുള്ള രോഗാവസ്ഥകൾ മൂലമാണോ എന്ന് തിരിച്ചറിയുന്നത്
നല്ലതായിരിക്കും. വേണ്ട ചികിത്സകളും സപ്പോർട്ടൊക്കെ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് കൊടുത്താൽ അവസാനം ആൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നടന്നിട്ടോ എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തിട്ടോ ഒന്നും അന്നേരം വിഷമിച്ചിട്ടോ കുറ്റബോധത്തിലേക്ക് പോയിട്ടോ കാര്യമില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി ഒരുപാട് വലിയ ചിലവുകളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കില്ല. നമുക്ക് ധാരാളം സൈക്കോളജിക് ചികിത്സാ സെൻ്ററുകളുണ്ട്. അതുപോലെ ധ്യാനങ്ങളും ധ്യാന കേന്ദ്രങ്ങളും കൗൺസിലിംഗ് സെൻ്ററുകളും. പിന്നെ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ വായിച്ച ഒരു കാര്യം ഓർക്കുകയാണ്, കുമ്പസാരത്തിലൂടെ മാനസിക രോഗികൾ പോലും സുഖപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. കാരണം കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ അങ്ങനെയുള്ള മനോരോഗ ചികിത്സകൾ പോലും പരാജയപ്പെട്ട പോലത്തെ കേസുകൾ വന്നപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കുമ്പസാരത്തിനൊക്കെ ഒരുക്കി നല്ല കുമ്പസാരം ഘട്ടം ഘട്ടമായിട്ട് നടത്തി ജീവിത നവീകരണം നടത്തി കൂദാശ സ്വീകരണത്തിലൊക്കെ വന്ന് മാറ്റം വന്ന പല കേസുകളുണ്ട്. അപ്പോൾ 2 മക്കബായർ 6:16 ഒരു വചനം തരികയാണ്. ഇതിനു വേണ്ടി തുടർച്ചയായിട്ട് ഒരു മാസമെങ്കിലും എഴുതി വെച്ചോ പറഞ്ഞോ പ്രാർത്ഥിക്കുക. അവിടെ തൻ്റെ കാരണം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല. വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല. അതുകൊണ്ട് ദൈവം കൈവിട്ട് ആർക്കും വേണ്ട ഒന്നിനും കൊള്ളത്തിനുള്ള ചിന്ത കളയുക. 2 മക്കബായർ 6:16. പിന്നെ നാഹും 1:7 കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. അപ്പോൾ നാഹും 1:7 2 മക്കബായർ 6:16 വചനങ്ങൾ ഒരു 53 പ്രാവശ്യം വീത എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഒരു മാസമെങ്കിലും പ്രാർത്ഥിക്കുക. അത് നമ്മളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ. നമ്മുടെ തലച്ചോറിലെ എല്ലാ മിഥ്യാധാരണകളും എല്ലാ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറിപ്പോകും. ഹോർമോൺ പ്രവർത്തനങ്ങളൊക്കെ നോർമലാകും. ഇനി ചികിത്സകളുള്ളവരും വേണ്ടവരുമാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം പ്രകാരം മാത്രം മരുന്നുകൾ മാറ്റുക. കാരണം നിങ്ങൾക്ക് ചികിത്സ വേണമെന്ന് പറഞ്ഞ ആ ഡോക്ടറെ കൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കുറവുണ്ട്, നമുക്ക് ഈ മരുന്നൊന്ന് നിർത്തി നോക്കാം, അല്ലെങ്കിൽ ഒരു ഗുളിക മതി, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ബൈപ്പോളർ ഡിസോർഡർ, ഡിപ്രഷൻ അതിനൊക്കെ പറ്റിയ ഫിറ്റ്നസ് സെൻ്ററൊക്കെ ഉണ്ടെങ്കിൽ ജിമ്മുകളിലൊക്കെ പോയാൽ അതൊക്കെ പഠിച്ചവരാണെങ്കിൽ ഇന്ന് ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ കുറക്കാൻ പറ്റിയ തരത്തിലുള്ള വ്യായാമ മുറകളൊക്കെ ഇന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള തലത്തിൽ എത്തിപ്പെടണം. അല്ലാതെ എല്ലാം മാറിയിട്ട് വ്യായാമത്തിന് പോകാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഇരിപ്പ് തന്നെ അമിതമായ ഭക്ഷണവും കയറിയിരിപ്പും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാവുകയും എപ്പോഴും ഉറക്കവും ക്ഷീണവും ഉറങ്ങാൻ പറ്റാവുകയും എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെല്ലാം മാറ്റാനുള്ള തരത്തിലുള്ള എക്സസൈസുകളും വ്യായാമ മുറകളും എല്ലാം ഇന്ന് ഇങ്ങനെയുള്ള ഇതിലൂടെയൊക്കെ പരിശീലനങ്ങൾ നൽകുന്നത്. എൻ്റെ മകനൊരു ഫിറ്റ്നസ് ട്രെയിനറാണ്, മകനും മരുമകളും ഒക്കെ. അപ്പോൾ ഞാനും ഈ ഫീൽഡിൽ പിന്നെ പവർ ലിഫ്റ്റിങ്ങും വെയ്റ്റ് ലിഫ്റ്റിങ്ങും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള പലരുടെയും വ്യത്യാസങ്ങളൊക്കെ ജീവിത ഉണർവിലേക്കൊക്കെ വ്യത്യാസം വന്ന പലരുടെയും സംഭവങ്ങളും അനുഭവങ്ങളും നേരിട്ടറിയാം. അപ്പോൾ എല്ലാം മാറിയെടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധിക്കും. അതുപോലെ പ്രാർത്ഥനയും ഏതൊരു കാര്യത്തിനും പരിഹാരമാണ്. പ്രയർ ഈസ് ഒമിനിപൊട്ടൻറ്റ്. അപ്പോൾ ഈ വചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ജീവിതം ഒന്നുള്ളൂ, സന്തോഷത്തോടെ ഇരിക്കുക. ദുഃഖിച്ചും കരഞ്ഞും തീർക്കാനുള്ളതല്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.